ഗുരുവായൂർ, വടക്കുന്നാഥ് അല്ലെങ്കിൽ കൂടൽമാണിക്യം തുടങ്ങിയ ചില ട്രസ്റ്റുകളുമുണ്ട്. ആ ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളെയൊക്കെ തന്നെ മോചിപ്പിക്കുകയും അത് ഭക്തസമൂഹത്തിന് കൈമാറണം എന്നുള്ളതും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഘർ വാപ്പസി വ്യാപകമാക്കി മാറ്റാൻ കേരളത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ബജറംഗ് ദൾ പ്രവർത്തനവും ദുർഗാവാഹിനിയുടെ പ്രവർത്തനവും കേരളത്തിൽ സക്രിയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബജറംഗ് ദളിൻ്റെയും ദുർഗാവാഹിനിയുടെയും പ്രവർത്തകർ അവരുടെ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഘർ വാപ്പസി വ്യാപകമാക്കും. കേരളത്തിലെ വളരെ വ്യാപകമായ നിർബന്ധിത പരിവർത്തനമുണ്ട്. വയനാട് ജില്ലയിലെ, ഇടുക്കി ജില്ലയിലെ, തിരുവനന്തപുരം, ഈ ജില്ലയിൽ പോലും പല പ്രദേശങ്ങളിൽ മതപരിവർത്തനം ചെയ്യുന്നുണ്ട്. കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാട് തന്നെയും ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ തന്നെ ഈ വേദിയിലാണ് എടുക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിലെമ്പാടും തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഛത്തീസ്ഗഡിലെ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. സമാന സാഹചര്യങ്ങൾ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം കൂടിയ ഇതിൻ്റെ മുതിർന്ന ഘടകം ചർച്ച ചെയ്യുകയുണ്ടായി. രാജ്യത്ത് ഇന്ന് 11 സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമം ഉള്ളത്. വിശ്വ ഹിന്ദു പരിഷത്ത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരുകളോടും ആവശ്യപ്പെടുന്നത് ഭാരതത്തിൽ എമ്പാടും ഭാരതത്തിന് ഐക്യരൂപ്യമുള്ള ഒരു മതപരിവർത്തന നിരോധന നിയമം പഴുതുകൾ അടച്ചുകൊണ്ട് നടപ്പാക്കണമെന്ന് തന്നെയാണ്. ഈ കേരളവും അതിൻ്റെ പരിധിയിൽ വരണം. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരികയും രാജ്യമെമ്പാടും ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാകണമെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള ചില ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾക്കാർ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണമൊഴുക്കിക്കൊണ്ട് പ്രലോഭനങ്ങളിൽ കൂടിയും ചൂഷണത്തിൽ കൂടിയും സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചുമാണ് മതപരിവർത്തന ശ്രമങ്ങൾ നടത്തുന്നത്. ആ നടത്തുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ എല്ലാ പ്രദേശത്തും ഇന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം ഹൈന്ദവ സമൂഹം ഉണർന്നെണീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഉപരിയായിട്ട് ആ മതപരിവർത്തന ശ്രമങ്ങളെ പ്രാദേശികമായി അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാർ തടയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിയാണ്. അതേപോലെ തന്നെ ഒരു കാലത്ത് ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് ഇതര ധർമ്മങ്ങളിലേക്ക് പോയി. ആ തെറ്റു മനസ്സിലാക്കിയ വ്യക്തികളെ തിരികെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന ഘർ വാപ്പസി നടപടിക്രമങ്ങൾ വളരെ വ്യാപകമായ രീതിയിൽ ഭാരതമെമ്പാടും തന്നെ നടപ്പാക്കുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിലും അതിൻ്റെ വളരെ വലിയ സംവിധാനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരുക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ തന്നെ ദിനംപ്രതി 100 കണക്കിന് ആൾക്കാർ ഘർ വാപ്പസിയിൽ കൂടി സനാതന ധർമ്മത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. അത് കൂടുതൽ വ്യാപകമാക്കാനും ഈ കേരളത്തിലെ ഏകദേശം തെരഞ്ഞെടുത്ത ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം 70ഓളം താലൂക്കുകളിലെ വ്യാപകമായ രീതിയിലെ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ മതപരിവർത്തന ശ്രമങ്ങൾ നടപ്പാക്കുന്ന 70 താലൂക്കുകളിലും ധർമ്മ പ്രചാരകന്മാരെ നിയോഗിക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഏത് രീതിയിലുള്ള മതപ്രചരണമാണോ നടക്കുന്നത് അതിന് കൃത്യമായ രീതിയിലുള്ള ഘർ വാപ്പസിയിൽ കൂടെ തിരികെ കൊണ്ടുവരാൻ ഏത് ശ്രമവും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ഘടകം നടപ്പാക്കും എന്നുള്ള തീരുമാനം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ക്ഷേത്രങ്ങൾ, അതേപോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ നമുക്കറിയാം, 2-3 ദേവസ്വം ബോർഡുകളും ചില അല്ലാത്ത ഗുരുവായൂർ, വടക്കുന്നാഥ് അല്ലെങ്കിൽ കൂടൽമാണിക്യം തുടങ്ങിയ ചില ട്രസ്റ്റുകളുമുണ്ട്. ആ ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളെയൊക്കെ തന്നെ മോചിപ്പിക്കുകയും അത് ഭക്തസമൂഹത്തിന് കൈമാറണം എന്നുള്ളതും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണവും നടപ്പാക്കണം. ബാക്കി ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളെ സർക്കാരിൻ്റെ കൈകടത്തലുകൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഹിന്ദുവിൻ്റെ ഇത്തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കൈകടത്തി ഭരിക്കുന്നു എന്ന് മാത്രമല്ല, ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാനും ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാനും ഉള്ള ഗൂഢതന്ത്രങ്ങൾ ഈ ചില സർക്കാർ സംവിധാനങ്ങളിൽ കൂടി
ചില പാർട്ടി കേന്ദ്രങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അത് തെറ്റായൊരു പ്രവണതയാണ്. അതിനും പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഖർ വാപ്പസി വ്യാപകമാക്കി മാറ്റാൻ കേരളത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ബജറംഗ് ദൾ പ്രവർത്തനവും ദുർഗാവാഹിനിയുടെ പ്രവർത്തനവും കേരളത്തിൽ സക്രിയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബജറംഗ് ദളിൻ്റെയും ദുർഗാവാഹിനിയുടെയും പ്രവർത്തകർ അവരുടെ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഖർ വാപ്പസി വ്യാപകമാക്കും. മതപരിവർത്തനവും ഖർ വാപ്പസിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങളിലെ ചർച്ചകൾ നടക്കുന്നത്. ഭാരതത്തിലുള്ള എല്ലാവരും തന്നെ സനാതന ധർമ്മത്തിൻ്റെ ഭാഗഭാക്കുകളായിരുന്നു. അവരൊക്കെ തന്നെ സ്വധർമ്മത്തിലേക്ക് തിരികെ വരുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും വ്യക്തി തൻ്റെ സ്വധർമ്മത്തിലേക്ക്, തൻ്റെ സനാതന ധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും സുരക്ഷയും വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദളും ദുർഗാവാഹിനിയും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഈ വാർഷിക ബൈഠക്കിലെ പ്രധാന ആലോചനാ വിഷയവും തീരുമാനവും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഉത്തരേന്ത്യയിൽ എപ്രകാരമാണോ ബജറംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും പ്രവർത്തിക്കുന്നത്, സനാതന ധർമ്മ സംരക്ഷണത്തിന് എപ്രകാരമുള്ള കാര്യങ്ങൾ അവർ നടപ്പാക്കുന്നുണ്ടോ അതേപോലുള്ള കാര്യങ്ങൾ നിയമപരമായ മാർഗത്തിൽ കൂടി കേരളത്തിലും വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദളും ദുർഗാവാഹിനിയും നടപ്പാക്കുക തന്നെ ചെയ്യും. പരിവർത്തനവും ഖർ വാപ്പസിയും തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചർച്ചയുടെ ആവശ്യമില്ല. മതപരിവർത്തനം എന്ന് പറയുമ്പോൾ ഒരു മതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഖർ വാപ്പസി എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുവരികയാണ്. മതപരിവർത്തനം എന്താ നടക്കുന്നത് ഭാരതത്തിൽ? അത് ഹിന്ദുവായിട്ടുള്ള ആൾക്കാരെ ക്രൈസ്തവരും മുസ്ലിമുകളും ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതല്ലല്ലോ ചെയ്യുന്നത്. ഒരു കാലത്ത് സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ആൾക്കാർ ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഈ മതത്തിൽ നിന്ന്, ഈ ധർമ്മത്തിൽ നിന്ന് പോയി അവർ തിരികെ വരികയാണ്. സ്വന്തം ഭവനത്തിലേക്ക് തിരികെ വരുമ്പോൾ എപ്രകാരമാണോ ഒരു സ്വീകരണം കിട്ടുന്നത്, ആ സ്വീകരണ പരിപാടി മാത്രമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അത് കേരളത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ 130 ക്ഷേത്രങ്ങളുണ്ട്. ആ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡ് ഈ മാർച്ച് മാസം 15-ാം തീയതി ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി പുറത്തിറക്കിയ വഴിപാട് നിരക്കുകളുണ്ട്. ആ വഴിപാട് നിരക്കുകളിലെ ഒരു കോളത്തിനകത്ത് മതപരിവർത്തനം 160 രൂപ രസീത്. ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനമായ ദേവസ്വം ബോർഡിൽ നിയമപരമായി മതപരിവർത്തനം ചെയ്യുന്നുണ്ട്. 260 രൂപ രസീത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദേവസ്വം ബോർഡിൻ്റെ ആ സർക്കുലർ തരാം. ഓരോന്നിൻ്റെ ഇപ്പം നൂലുകെട്ട് അല്ലെങ്കിൽ ചോറൂണ് തുടങ്ങിയ ആ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ആൾക്കാരെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ വിശ്വ ഹിന്ദു പരിഷത്തിനും സ്വാതന്ത്ര്യം ഉണ്ട്. പിന്നെന്താണ്? ഞങ്ങൾ മതപരിവർത്തനമല്ല ചെയ്യുന്നത്, അത് ആദ്യം മനസ്സിലാക്കണം. ഖർ വാപ്പസിയാണ്, സർക്കാരാണ് മതപരിവർത്തനം ചെയ്യുന്നത്. സർക്കാരിൻ്റെ ആ ഒരു നയത്തിന് വിശ്വ ഹിന്ദു പരിഷത്ത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിൽ പിന്തുണ കൊടുക്കുന്ന ഏക വിഷയം ഈ മതപരിവർത്തനം വ്യാപകമാക്കാൻ ആ ദേവസ്വം ബോർഡ് കാണിക്കുന്ന ആ സമീപനത്തിനെ രണ്ട് കൈയും നീട്ടി വിശ്വ ഹിന്ദു പരിഷത്ത് സ്വീകരിക്കുകയാണ്. അത് സർക്കാരും ദേവസ്വം ബോർഡും ആ ചടങ്ങിനെ വ്യാപകമാക്കണം. എല്ലാ ക്ഷേത്രങ്ങളിലെയും ബോർഡുകളിൽ അത് കൃത്യമായി എഴുതി വെക്കാനും ദേവസ്വം ബോർഡ് തയ്യാറാകണം. ഇപ്പോൾ അവർ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മാത്രമേ അത് എഴുതി വെച്ചിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾക്കറിയുന്നത്. എല്ലാ വഴിപാട് നിരക്കിൻ്റെ കൂടെ ഇതുതന്നെയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലെയും ബോർഡുകളിൽ ഇത് ഉൾപ്പെടുത്തണം. കേരളത്തിലെ വളരെ വ്യാപകമായ നിർബന്ധിത പരിവർത്തനമുണ്ട്. വയനാട് ജില്ലയിലെ, ഇടുക്കി ജില്ലയിലെ, തിരുവനന്തപുരം, ഈ ജില്ലയിൽ പോലും പല പ്രദേശങ്ങളിൽ മതപരിവർത്തനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഒരു ചോദ്യം താങ്കൾ ചോദിക്കാം, ആരും പരാതിപ്പെടുന്നില്ലല്ലോ എന്ന് തന്നെ ചോദിക്കാം. തീർത്തും ശരി തന്നെയാണ്. ഇന്നത്തെ മതപരിവർത്തനം എങ്ങനെയാണെന്ന് താങ്കൾക്കറിയാം. റായ്പൂർ അതിരൂപതയിലെ ഒരു ഫാദർ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൃശ്യമാധ്യമത്തിലെ ചർച്ചയിൽ പറഞ്ഞു, ഈ ഛത്തീസ്ഗഡിലെ പെൺകുട്ടികൾ ക്രൈസ്തവ വിശ്വാസികളാണ്, പക്ഷേ അവരുടെ രേഖകളിൽ അവരിപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ്. ആ സമാന സാഹചര്യം കേരളത്തിലുമുണ്ട്. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണെന്ന് കേരളത്തിൽ വളരെ കൂടുതലായിട്ടുള്ളത്. അവരുടെ രേഖകളിൽ ഹിന്ദു നാമമായിട്ട് നിലനിൽക്കും. അല്ലെ, സംവരണത്തിൻ്റെ ആനുകൂല്യമൊക്കെ നേടിയെടുക്കാനും അത് നിലനിർത്താനും വേണ്ടി ഹിന്ദു നാമധാരികളായി നിൽക്കും. വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർ ക്രിസ്ത്യാനികളാണ്. ജോഷുവ പ്ലാൻ നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം.
ലോകവ്യാപകമായി ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ ജോഷുവ പ്രോജക്റ്റിൽ കേരളത്തിലെ ഓരോ ജാതിയെപ്പറ്റിയും ആ ജാതിയിലെ ഉപജാതികളെ പറ്റിയും കൃത്യമായ രീതിയിലുള്ള പഠനമാണ്. ഓരോ ജാതിയിലും എത്ര ശതമാനം ആൾക്കാർ മതം മാറിയിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി ജോഷുവ പ്ലാൻ ഇൻ്റർനാഷണൽ തലത്തിലുള്ളൊരു ആധികാരികമായിട്ടുള്ള ഒരു ക്രൈസ്തവ പഠന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ഓരോ ജാതിയിലുമുള്ള ആൾക്കാരുടെ മതപരിവർത്തനത്തിൻ്റെ നമ്മൾ ഈ മീറ്റർ വെക്കും, സ്പീഡോമീറ്റർ, അതേപോലെ കാണിച്ചിട്ടുണ്ട്. നായർ വിഭാഗത്തിൻ്റെ മാറ്റത്തിൻ്റെ സ്പീഡ് എത്രയാണ്, ഈഴവ വിഭാഗത്തിൻ്റെ എത്രയാണ്, പുലയ വിഭാഗത്തിൻ്റെ എത്രയാണ്, ആ സ്പീഡോമീറ്റർ ഉൾപ്പെടെ നിങ്ങൾക്ക് അതിൻ്റെ ഡാഷ്ബോർഡിൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അത് കൃത്യമല്ലേ? എന്താണ് വ്യത്യാസം? മതപരിവർത്തനം നടക്കുന്നുണ്ട്. അത് നിർബന്ധിതവും പ്രലോഭനത്തിൽ കൂടിയും ഉള്ളതാണ്. പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ടാണ് മതപരിവർത്തനം നടത്തുന്നത്. രേഖകളിൽ ചിലപ്പോൾ മാറ്റമില്ലായിരിക്കും. അവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുള്ളത്. രാജ്യത്തെ ഭരണഘടന ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ മതപരിവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിട്ടില്ല. വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള വരമ്പ് വളരെ ചെറുതാണ്. ആ വരമ്പിൽ കൂടി നടന്നുകൊണ്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരനെ പ്രലോഭിപ്പിച്ച് ഇത് തരാം അത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നത്. സേവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാതി മതവും നോക്കേണ്ട കാര്യമുണ്ടോ? ഈ കേരളത്തിലെ ക്രൈസ്തവ പാതിരിമാരും കന്യാസ്ത്രീകളും എന്തേ ഈ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക വിശ്വാസികളുടെ ഇടയിലേക്ക് സേവനത്തിന് പോകാത്തത്? അത് പറയണം. പോകാൻ സാധിക്കില്ല. എത്രയോ മേഖലകളിൽ മുസ്ലിം സമുദായ അംഗങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ മേഖലകളിലേക്ക് പോകാതെ ഹിന്ദുവിൻ്റെ ചില അവസ്ഥകളെ ചൂഷണം ചെയ്യുകയാണ് ഈ ഭാരതമെമ്പാടും നടക്കുന്നത്. അതിനും ഇരട്ടത്താപ്പാണ്. മുസ്ലിം മേഖലകളിൽ മതപരിവർത്തനവും വേണ്ട, സേവനവും വേണ്ട. ഹിന്ദു മേഖലകളിൽ സേവനത്തിൽ കൂടി മതപരിവർത്തനം ചെയ്യുന്നു. അതിനെയാണ് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. ഛത്തീസ്ഗഡിൽ രാജ്യത്ത് 1968 ഏകദേശം ആദ്യം തന്നെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ മതപരിവർത്തന നിയമം ഉണ്ടാക്കിയൊരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 1950കളുടെ അവസാനം തന്നെ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ നിയോഗി കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അക്കാലത്ത് നിങ്ങൾ ഓർക്കൂ, 1950കളിൽ നിയോഗി എന്ന് പറയുന്ന ഒരു ജഡ്ജിയെ അവിടെ കമ്മീഷനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തുടങ്ങിയ തന്ത്രങ്ങളാണ്. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു നിയമം കൂടി അവിടെ ഉണ്ട്. പ്രൈവറ്റ് ജോബിൻ്റെ രജിസ്ട്രേഷൻ അത് ചെയ്തിട്ടില്ല. ഇവരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ സത്യം തന്നെയാണ്. നിയമത്തിൻ്റെ ഭാഷയിൽ കൂടി അവർ കോടതി നടപടികളിൽ കൂടി വിചാരണ നേരിട്ട് കൊണ്ട് കുറ്റവിമുക്തരാവുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ എതിർത്തിട്ടില്ല. തൃശ്ശൂരിലെ ഈ പിണറായി സർക്കാർ ഇതേപോലെ തന്നെ മനുഷ്യക്കടത്തിന് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഒരു മാധ്യമവും അത് ചർച്ച ചെയ്തില്ലല്ലോ. അവരെ ഇപ്പോൾ അക്വിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവരെ അക്വിറ്റ് ചെയ്ത നടപടി തെറ്റാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞിട്ടില്ല. അവർ കാരണം പ്രോസസ് ഓഫ് ഡ്യൂ കോഴ്സ് ഓഫ് ലോയിൽ കൂടെ കടന്നുപോയതാണ്. എന്തേ അതിന് ഈ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ന്യായീകരണമല്ല, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭ്യമായ അറിവ്. ആ ലഭ്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഒരു സംശയവുമില്ല.